രണ്ടുപേരിങ്ങനെ നടന്നു പോവാണ്. എങ്ങോട്ടോ പോവുകയാണ് അവർ. ഒരാൾ കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്, മറ്റേ ആൾക്ക് പ്രത്യേകിച്ചും ലക്ഷ്യങ്ങളൊന്നുമില്ല. എങ്കിൽ ആരായിരിക്കും ലൈഫിൽ ബെറ്റർ ആവുക? തീർച്ചയായും ഒരു ലക്ഷ്യം വെച്ച് പോയ ആളായിരിക്കും. നമുക്ക് പ്രോപ്പറായിട്ടൊരു വിഷൻ ഇല്ലെങ്കിൽ, അതൊരു കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു രാജ്യമായിക്കോട്ടെ, കൃത്യമായ ഒരു വിഷൻ ഇല്ല, ലക്ഷ്യങ്ങളില്ല എങ്കിൽ, ഹോഗനാക്കലിലെ കൊട്ടവഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഒരു തമിഴ്നാട്ടിലൊരു സ്ഥലമാണ് ഹൊഗനാക്കൽ. അവിടെ ഇങ്ങനെ റൗണ്ടിലുള്ള കറങ്ങുന്ന കൊട്ടവഞ്ചി കാണാം. ഈ കൊട്ടവഞ്ചി കണക്കെ എവിടെയും എത്താതെ കറങ്ങി തീരുന്നതായിരിക്കും ഓരോ കമ്പനിയുടെയും അതേപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ജീവിതം. കൃത്യമായ ലക്ഷ്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങളും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, മാക്മില്ലൻ ആസ് എ കമ്പനി, നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ക്ലയൻസിന് നല്ല രീതിയിൽ സർവീസ് ചെയ്യുക, സ്ലോലി സ്റ്റഡി ആയിട്ട് ഗ്ലോബലി സ്പ്രെഡ് ചെയ്യുന്ന, വളരെ ട്രസ്റ്റഡ് ആൻഡ് നല്ല ക്വാളിറ്റിയോടുകൂടി സർവീസ് ചെയ്യുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനിയായി മാറുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു 3 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊഫഷണൽ കൺസൾട്ടിംഗ് കമ്പനിയായിട്ട് മാറുക എന്നുള്ളതാണ് മാക്മില്ലൻ ഫസ്റ്റ് ലെവലിൽ ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ടാമതായിട്ട്, ഇങ്ങനെ കിട്ടുന്ന IPO സപ്പോർട്ടോട് കൂടിയുള്ള ഫണ്ടിങ്ങിൻ്റെ കൂടി ഹെൽപ്പിൽ അടുത്ത ലെവലിലേക്ക് പോയി 2035 $1 ബില്യൺ കമ്പനി ആവുക എന്നുള്ളതാണ് നമ്മൾ വച്ചിരിക്കുന്ന വിഷൻ. ഇത് നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു പ്ലാനും കൂടിയുണ്ട്. അതായത് ഇന്നിപ്പോൾ നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ എക്സ്പാൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും മദർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മാക്മില്ലൻ ടെക്നോളജീസ് ഇന്ത്യയാണ്. ഇതിൻ്റെ 100% സബ്സിഡിയറികളായിട്ട് മറ്റ് രാജ്യങ്ങളിലും കമ്പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഓരോ മേജർ കൺട്രീസിലും, എസ്പെഷ്യലി GCC കൺട്രീസിൽ ഫസ്റ്റ്, ഇവഞ്ച്വലി നമ്മൾ മറ്റ് യൂറോപ്പ്, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും മേജർ സിറ്റികളിലെല്ലാം നമ്മളുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും, നമ്മുടെ പ്രതിനിധികളുണ്ടാവും. അവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ട സപ്പോർട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും. അതിൽ പലതരത്തിലുള്ള സർവീസ് വെർട്ടിക്കൽസും ഉണ്ടാവും. AI ബേസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ബിസിനസ് സപ്പോർട്ട് സർവീസുകളാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി ഒരുക്കിയ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്, നമുക്ക് ഇന്ത്യൻ കമ്പനി ഉണ്ടല്ലോ, ഇതാണ് മദർ കമ്പനി. ഇവിടെയാണ് ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് നടക്കുക. ഈ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ HR, അഡ്മിൻ, ഫൈനാൻസ് തുടങ്ങിയ ഏരിയകളും, അതേപോലെ തന്നെ ഓപ്പറേഷൻസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, അങ്ങനെ എല്ലാ മേഖലകളും ആ ഇന്ത്യൻ മദർ കമ്പനിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ലോകത്തിലെ എവിടെ ഏത് മൂലയിലുള്ള പാർട്ട്ണറാണെങ്കിലും ആ പാർട്ട്ണർക്കും അവിടെയുള്ള ടീമിനും ഈ സപ്പോർട്ടോട് കൂടി വളരാനും അതുപോലെ തന്നെ കൂടുതൽ ബിസിനസ് ചെയ്യാനും പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ അതിനായി ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ്സിലൂടെ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൽ നിന്നും PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, മാക്സിമൈസ് ചെയ്യുകയും ഓരോ പാർട്ട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റിൻ്റെ ബേസിൽ കിട്ടുന്ന നമ്മുടെ വാല്യുവേഷൻ്റെ അതിനെ ലീവറേജ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അങ്ങനെ IPOയിലൂടെ കിട്ടുന്ന ഫണ്ടും അതേപോലെ തന്നെയുള്ള അതിൻ്റെ ബ്രാൻഡിങ് അഡ്വാൻറ്റേജും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ലീവറേജ് ചെയ്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് ഗ്രോത്തിനെ ട്രിഗർ ചെയ്യുകയും അങ്ങനെ ഒരു $1 ബില്യൺ കമ്പനിയായി മാക്മില്ലനെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു സ്ട്രോങ് വിഷനിലാണ് ഞാനും എൻ്റെ ടീമും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആവറേജ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഒന്നുകിൽ ആവറേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സലൻ്റ് ആയിട്ടിരിക്കാം. എക്സലൻ്റ് ആവാൻ സ്വാഭാവികമായിട്ടും കുറച്ച് എക്സ്ട്രാ എഫർട്ട് നമ്മളിടണം. അങ്ങനെ നമ്മളിടുന്ന എക്സ്ട്രാ എഫർട്ടിലൂടെ വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ ഉന്നതമാണെങ്കിൽ നമ്മളറിയാതെ നമ്മളതിലേക്ക് എത്തിച്ചേരും. ഇതൊരു ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു ജേണിയാണ്, ഒരു എക്സൈറ്റിംഗ് ജേണി. ഈ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ വെൽക്കം ഓൾ ദ ടൈം. ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമാകാം. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം, ഞങ്ങളുടെ കോർ വാല്യൂസ് 100% മാച്ച് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ യു ആർ വെൽക്കം ടു മാക്മില്ലൻ.